ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വോട്ട് ചെയ്യാൻ 6 നാൾ മാത്രം ശേഷിക്കെ വിവാദങ്ങൾക്കൊരു പഞ്ഞവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ കണ്ട കാഫിർ സ്ക്രീൻഷോട്ട് പോലെ നാട് കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വിവാദം ഇത്തവണ പേരാമ്പ്രയിലാണ്. അങ്ങനെയൊന്നില്ല എന്ന് LDF നിഷേധിക്കുമ്പോഴും കാതിൽ കേൾക്കാം ജീപ്പിന് മുകളിലെ ബോക്സിൽ നിന്നുള്ള വിദ്വേഷവാക്കുകൾ. കുറച്ചുകൂടി വടക്കോട്ട് പോയാൽ പയ്യന്നൂരിൽ കള്ള വോട്ട് മണക്കുന്നുണ്ട് കോൺഗ്രസ്. പക്ഷെ തെളിവുണ്ടോ എന്ന വെല്ലുവിളിക്കുകയാണ് CPIM. പാലക്കാട് A ക്ലാസ് മണ്ഡലമായിട്ടും എതിർ സ്ഥാനാർത്ഥിയെ വോട്ട് ചോദിക്കുന്നതിൽ നിന്ന് തടയുകയാണ് BJP. വോട്ട് ചോദിക്കുക എന്നത് ജനാധിപത്യത്തിൽ പ്രാഥമിക കാര്യമാണെന്നെങ്കിലും ഓർക്കുക. ആറന്മുളയിൽ രാഷ്ട്രീയം പറയാനറിയാത്ത ചിലർ വീണ ജോർജിന്റെ ഫേസ്ബുക്കിൽ ചെന്ന് സ്വന്തം സംസ്കാരം വെളിപ്പെടുത്തുന്നുണ്ട്. വിവാദങ്ങൾ വോട്ടാകുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും രാജു പി നായർ, M ജയചന്ദ്രൻ CPM സഹയാത്രികൻ, NV ബാലകൃഷ്ണൻ രാഷ്ട്രീയ നിരീക്ഷകൻ, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീരാജു പി നായരിലേക്ക് പോകുന്നു. ശ്രീരാജു പി നായർ, തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസമേ ഉള്ളൂ. 6 ദിവസം എന്ന് പറയുമ്പോൾ 6ാം ദിവസം വോട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 5 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ കോൺഗ്രസ് വലിയ വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നു. പേരാമ്പ്രയിലേത് UDFന്റെ ആരോപണമാണ്. അപ്പുറത്ത് പയ്യന്നൂരിലേക്ക് എത്തുമ്പോൾ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3ാം നിലയിൽ തന്നെ അവിടെ വെച്ച് നടക്കുന്നു ഈ പറഞ്ഞ വ്യാജ ID കാർഡ് ഉണ്ടാക്കൽ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അപ്പോൾ CPM തിരിച്ച് എവിടെയാണ് തെളിവെന്ന് ചോദിക്കുന്നു. വെറുതെ ആരോപണം ഉന്നയിച്ചു പോവുകയാണോ ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ കോൺഗ്രസ്? എന്താണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ശക്തമായ തെളിവ്? ഇത് പരാജയ ഭീതിയിൽ നിന്നുള്ള ആരോപണങ്ങൾ എന്നതിന് എന്താണ് മറുപടി? അല്ല, കേരളത്തിൽ മുഴുവൻ CPM ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പല കുൽസിത മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിലൊരു പരാജയ ഭീതി വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ് കാഫിർ സ്ക്രീൻഷോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചു. ആ അന്വേഷണത്തിൽ അവസാനമായിട്ട് അത് ചെന്നെത്തിപ്പെട്ടത് ആരുടെയായിരുന്നു? ശൈലജ ടീച്ചറുടെ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ വടകരയിലെ പാനൂര് DYFയുടെ ബ്ലോക്ക് സെക്രട്ടറിയുടെ പക്കലാണ് ഇത് അവസാനമായിട്ട് കണ്ടെത്തിയത്, അല്ലേ? ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. ഒരു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ വർഗീയവൽക്കരിക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പിന് വേണ്ടി വർഗീയതയോട് കൂട്ടുപിടിച്ച് ഏറ്റവും പാവപ്പെട്ട കാസിം എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരനെ അതിനകത്ത് പ്രതിസ്ഥാനത്ത് നിർത്തി അയാളെ തീവ്രവാദിയായി വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടും ഒരു മനുഷ്യന്റെ ഭാവി കളഞ്ഞുകൊണ്ടും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ എങ്ങനെയാണ് നോക്കിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന്റെ അന്വേഷണം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് CPMന്റെ ശൈലി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതേ രീതിയാണ് ഇപ്പൊ പേരാമ്പ്രയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന ഈ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലയെ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗിലെ ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിനകത്ത് ഒരു പരിവർത്തനത്തിന്റെ പോലും മുഖമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയെ ഇത്തരത്തിൽ വർഗീയമായി തിരിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഗൂഢനീക്കമാണ് പുറത്തു വന്നത്. നമ്മൾ ആ ജീപ്പിലെ അനൗൺസ്മെന്റ് കേട്ടതാണ്. പക്ഷേ ഈ വടകരയിൽ നിന്നും ഇവിടേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം. വടകരയിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം ഉന്നയിക്കുന്ന ആരാണ്? KK ശൈലജയാണ്. അപ്പോൾ KK ശൈലജ അത് അംഗീകരിച്ചുകൊണ്ട് ആ വാദം ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ TP രാമകൃഷ്ണൻ അങ്ങനെയൊന്ന് പാർട്ടി നിർദ്ദേശത്താൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്ന് പറയുന്നു. അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല, സ്വാഭാവികമായിട്ടും മറ്റേ അവിടെ ഉള്ളത് ശൈലജ ടീച്ചർക്ക് അനുകൂലമായിട്ടുള്ള ഒന്നായിരുന്നു. കാരണം ദീനിയായ മുസ്ലിമിന് വേണം വോട്ട് ചെയ്യാൻ, മറ്റേത് കാഫിറാണെന്ന് പറയുമ്പോൾ അതിന് ശൈലജ ടീച്ചർ ശ്രമിച്ചത് എന്താ? ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ പോളറൈസേഷൻ. അവിടെ അത് ശൈലജ ടീച്ചർക്ക് ഗുണകരമായിരുന്നു. അതുകൊണ്ട് അത് അംഗീകരിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ പറയുന്നു. അതേസമയം പേരാമ്പ്രയിലേക്ക് വരുമ്പോൾ ഇവർ ഡിഫെൻസീവിലാണ്. ഞാൻ ചോദിക്കുന്ന ഈ വാഹനത്തിന്റെ ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും CPMുമായും LDFുമായിട്ടും ബന്ധപ്പെട്ടാണ് കിട്ടുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നതിന് വേണ്ടി എന്ത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട മാർഗവും സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള നിലയിലേക്ക് ഇന്ന് CPM എത്തിപ്പെട്ടിരിക്കുക. CPMൽ നിന്ന് പുറത്തേക്ക് വന്ന കുറേയധികം നല്ല കമ്മ്യൂണിസ്റ്റുകളുണ്ട്. G സുധാകരനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെ, TK ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാർ. അവരെല്ലാം ഈ പുറത്തേക്ക് വന്നത് ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷമല്ല,
ഇത് തീവ്ര വലതുപക്ഷമായി മാറിയിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPM-നെ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ്. നമ്മൾ കേട്ടല്ലോ, കേരളത്തിലെ 139 സീറ്റുകൾ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ അമ്പലപ്പുഴയിൽ ജയിച്ചേ മതിയാവൂ എന്നുള്ള നിലപാട്. അത് അമ്പലപ്പുഴയിലും ഇത് പറയും, നമ്മുടെ തളിപ്പറമ്പിൽ വരുമ്പോഴും പറയും, പയ്യന്നൂർ വരുമ്പോഴും പറയും. ഇവരെ സംബന്ധിച്ചോളം പാർട്ടിയെ നിന്ന് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തി പാർട്ടിയെ ചോദ്യം ചെയ്ത് പുറത്തേക്ക് പോയ നല്ല കമ്മ്യൂണിസ്റ്റുകൾ വർഗവഞ്ചകരാണ്. അവരെ അവസാനിപ്പിക്കുക, അവരെ തീർക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ്. നോക്കൂ, കുഞ്ഞികൃഷ്ണനെ പോലെ ഒരു സാധുവായ സഖാവ് ആ പാർട്ടിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ എത്തരത്തിലാണ് അദ്ദേഹം വേട്ടയാടപ്പെടുന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഇത്തരം നടപടികളെല്ലാം ഈ പാർട്ടി ഉപയോഗിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചുള്ള വ്യാജ ID കാർഡിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുകളിൽ രണ്ടാമത്തെ നിലയിൽ കിടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പോയി വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കയറി ചെല്ലാനോ പറ്റില്ലല്ലോ. പക്ഷെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ, ഒരു അറിവ് കിട്ടിയാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുക എന്നുള്ള ഞങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ കല്യാശ്ശേരിയിൽ നിന്നും വോട്ട് ചേർക്കുന്നു, ഇരട്ട വോട്ടുകൾ എന്നൊരു ആരോപണം കൂടി ഉയർത്തുന്നുണ്ട്. ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർ ലിസ്റ്റിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ, പുതുതായിട്ട് ചേർക്കുന്ന വോട്ടുകൾ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ നിയോജക മണ്ഡലത്തിലും അത്തരത്തിൽ CPM ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച്, മരണപ്പെട്ടു പോയ വോട്ടുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചെല്ലാം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു ഈ ബൂത്തിൽ അത്തരത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ അത്ര ഗൗരവമായി കണ്ട് ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ ഡിഫ്യൂസ് ചെയ്യുക, അതിനെ നിർവീര്യമാക്കുക എന്നുള്ള തന്ത്രമല്ലേ? അത് ഞങ്ങൾ പ്രകടിപ്പിക്കുക, അത് ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായിട്ട് എടുക്കട്ടെ. അപ്പോൾ കേരളത്തിൽ മുഴുവൻ ഇന്ന് വർഗീയത ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്താ പറഞ്ഞത്? SDPIക്ക് സംരക്ഷണം കൊടുക്കുന്ന LDF ആണെന്ന് പറഞ്ഞത് അല്ലെ? SDPIക്ക് സംരക്ഷണം കൊടുക്കുന്നത് LDF ആണെന്ന് ഈ സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന, ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുക, സാങ്കേതികമായി ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്ന LDFന്റെ ഘടകകക്ഷിയുടെ നേതാവ് പറയുകയാണ്, ഞങ്ങൾ SDPIക്ക് പിന്തുണ കൊടുക്കുന്നു, സംരക്ഷണം കൊടുക്കുന്നു, അവർക്ക് ഞങ്ങളെക്കാൾ പറ്റിയ ആളാരാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാ തരം വർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് ജയിക്കാൻ സാധിക്കുമെന്ന് നിലയില്ലാ കയത്തിലേക്ക് താണുപോകുന്ന CPM ശ്രമിച്ചുകൊണ്ടിരിക്കാം. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെറുക്കും. എവിടെയെല്ലാം അത്തരത്തിൽ പരാതികൾ ഉയരുന്നുണ്ടോ, അത്തരത്തിൽ ഏതെങ്കിലും അറിവ് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ ചെയ്യും. അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് കൃത്യമായി ഇതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വർഗീയത ഉപയോഗിച്ചും വീടുകളിൽ കയറിപ്പോലും പച്ചവർഗീയത പറഞ്ഞും CPM ജയിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട്. തിരിച്ച് ഫാത്തിമ തെഹ്ലിയക്കെതിരെ LDF പരാതി നൽകിയിരിക്കുന്നു രാജു പി നായർ. ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്നൊരു പരാതി ഫാത്തിമ തെഹ്ലിയക്കെതിരെയും പോയിട്ടുണ്ട്. അല്ല, അതിപ്പോ ഞാൻ വന്ന് സ്മൃതിയെ ഒന്ന് തല്ലിയിട്ട് പോയി കഴിഞ്ഞാൽ സ്മൃതി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോയിട്ടൊരു പരാതി ഞാനും കൊടുക്കും. സ്മൃതി എന്നെ തല്ലിക്കൊണ്ട് ഞാൻ തിരിച്ചറിയുന്നു. ഒരു കേസ് കൊടുക്കുമ്പോൾ കൗണ്ടർ കേസ് കൊടുക്കുക എന്നുള്ളത് ഈ നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള തെളിവുകൾ വെച്ചൊരു പരാതി എടുത്തപ്പോൾ അവരതിനൊന്ന് മറുവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ മറ്റേ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് സാധാരണ ഒരു കൗണ്ടർ കേസ് കൊടുക്കൂലേ, അത്രയും ഗൗരവത്തോടു കൂടി മാത്രം കണ്ടാവും. എന്തായാലും മറ്റേ സംബന്ധിച്ച് വീഡിയോ ഉൾപ്പെടെയുള്ള മുഴുവൻ തെളിവുകൾ പുറത്തുണ്ടല്ലോ. എന്തുകൊണ്ടാണ് CPM ഈ ചർച്ചയിൽ പേരാമ്പ്ര ചർച്ചയാണ് വരില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, അവർക്ക് യാതൊന്നും മറയ്ക്കാനില്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തോട് കേരളത്തിലെ ജനങ്ങളോട് വന്ന് അത് കള്ളമാണെന്ന് പറയാൻ CPM എന്താ ഭയം? അപ്പൊ CPM മറയ്ക്കാനുണ്ട്. ആ വാഹനത്തിന്റെ ഉൾപ്പെടെയുള്ള പെർമിഷൻ ഉൾപ്പെടെയുള്ള മെഗ് സാങ്ഷനും ആ വണ്ടിയുടെ പെർമിഷൻ ഉൾപ്പെടെയുള്ളതെല്ലാം CPM ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ സത്യം പുറത്തു വരും. അതുകൊണ്ടല്ലേ ഈ കേസ് ഈ ചർച്ചയിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് ഈ പേരാമ്പ്ര സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധികൾ വരില്ല, അങ്ങനെയാണ് എന്നെ റിപ്പോർട്ടറിൽ നിന്ന് പറഞ്ഞത് വിളിച്ചപ്പോൾ. അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്? അപ്പൊ അത് ഈ പാർട്ടിക്ക് മറച്ചു വെക്കാൻ കഴിയാത്ത അത്രയും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് വർഗീയത പറഞ്ഞത് ആ കുട്ടിക്കെതിരെ നടത്തിയ ഈ ആക്രമണം അത് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിന് സംസാരിച്ച് കൂടുതൽ വഷളാക്കേണ്ട അത് CPM തോന്നിക്കാണും. ശരി, ശ്രീ എം ജയചന്ദ്രൻ,
തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന അവസാന ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. വർഗീയത പറഞ്ഞ വോട്ട് പിടിക്കൽ, അത് നമ്മൾ വടകരയിൽ കണ്ടതാണ്. വടകരയിൽ ആ സമയത്ത് അത് UDF-നെതിരായ ആയുധമാക്കി. പക്ഷേ ആ ആയുധവുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങും എത്തിയില്ല. അന്വേഷണം അവസാനിപ്പിക്കുന്നു. അതിന് അന്വേഷണം ചെന്നെത്തി നിന്നത് എവിടെയാണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ വ്യക്തമായ കാര്യമാണ്. അതൊന്ന്. രണ്ടാമത്തത് പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആൾ പാർട്ടിയിൽ ഈ വെട്ടിപ്പ് നടത്തി രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്ന ആരോപണം ഉയർത്തിപ്പോകുമ്പോൾ അതിന്റെ കണക്കുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ അദ്ദേഹത്തെ ഒരു കള്ളന് കണക്ക് കൊടുക്കേണ്ടതില്ല എന്ന മറുവാദമാണ് അദ്ദേഹത്തിന് മറുപടിയായി കിട്ടിയത്. ഇതൊക്കെ തന്നെയും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ഇതിൽ കൃത്യമായൊരു ന്യായീകരണം നടത്താനാകുന്നുണ്ടോ ശ്രീ ജയേന്ദ്രൻ? ഇതില് ഈ ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണം നടത്താൻ ബാധ്യതപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ കേസ് എന്ന് പറയുന്നത് നിശ്ചയമായും പേരാമ്പ്രയിലെ വിഷയം തന്നെയാണ് സ്മൃതി. കാരണം അവിടെ LDF അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് കേൾക്കുകയാണല്ലോ ജനം, നമ്മുടെ വോട്ട് നമ്മുടെ ഖൗമിലെ കുട്ടിക്ക്, നമ്മുടെ ഖൗം എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിലെ കുട്ടിക്ക് എന്ന് മുസ്ലിം ലീഗ് അവരുടെ കേന്ദ്രങ്ങളിൽ രഹസ്യ പ്രചാരണം നടത്തുന്നു എന്നാണ് അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്ന വാചകങ്ങൾ. അതാണല്ലോ ഇപ്പോൾ വിവാദ വിഷയമായിരിക്കുന്നത്. LDF നേതാക്കൾ, CPM നേതാക്കളൊക്കെ മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നുമായിട്ട്, ഇന്ന് സ്ഥാനാർത്ഥി തന്നെ LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ തന്നെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും അന്വേഷിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അത് അവർ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് ആവശ്യമായ യുക്തമായ തീരുമാനങ്ങൾ എടുക്കട്ടെ. അത്തരത്തിൽ ഒരു പ്രചാരണം തങ്ങൾ പ്രചാരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റും അത് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള പെൻഡ്രൈവുകളും പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പെൻഡ്രൈവിന് പുറത്ത് മറ്റാരെങ്കിലും മൈക്രോഫോൺ കയ്യിലെടുത്ത് ഇത്തരത്തിൽ പ്രചാരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കട്ടെ. ഇതാണ് ആ കാര്യത്തിലുള്ള നിലപാട്. അതിന്റെ അപ്പുറത്തേക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. ഇതിലൊരു സംശയം, ഇത്തരം കാര്യങ്ങളിൽ ലിഖിതമായ ഒരു നിർദ്ദേശം കൊടുക്കുമോ ഇത്തരം പ്രചാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ? അതങ്ങനെ അതിന്റെ ഒരു വഴിക്ക് ഒരു നിർദ്ദേശം പരസ്യമായി പറയാതെയൊക്കെ എല്ലാം രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ലേ? നോക്കൂ, ഇത് മാത്രമല്ല, വേറെയും ചില കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. എത്രത്തോളം അത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അറിയില്ല, പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ കന്യാസ്ത്രീകളെ കാണാനെത്തിയ, കന്യാസ്ത്രീകളുടെ വോട്ട് മേടിക്കാനെത്തിയ ഫാത്തിമ തേലിയെ, ഫാത്തിമയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കന്യാസ്ത്രീകൾ. എപ്പോഴും കന്യാസ്ത്രീകൾ ചെയ്യുന്നതാണ്, അവരെ പോയി കാണുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാമോദിസ മുക്കുകയാണ് ഫാത്തിമ തേലിയെ എന്ന രൂപത്തിൽ, അതായത് മുസ്ലിം തീവ്ര നിലപാടുള്ളവർ പറയുകയാണ് എന്ന മട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ട് CPM സൈബർ മേഖലയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നതെന്നുള്ള അടുത്തൊരു പരാതി കൂടി ഉയരുകയാണ്. അപ്പോൾ എത്രത്തോളം ഗൗരവതരമാണ്? ഒരു തെരഞ്ഞെടുപ്പിൽ ഈ രൂപത്തിലാണോ മുന്നോട്ട് പോകേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ പോയിട്ടില്ല എങ്കിൽ അത് പോയിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി അവർക്ക് വന്നു ചേരുകയാണ്. കാരണം വടകര അവിടെ നിൽക്കുന്നു. ഈ പറഞ്ഞ കാര്യം മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇങ്ങനെ പ്രചാരണം നടക്കുന്നതിൻ്റെ തെളിവുകളൊന്നും എൻ്റെ മുമ്പിലില്ല സ്മൃതി. ഞാൻ അങ്ങനെ അത് കണ്ടിട്ടുമില്ല. അങ്ങനെ അത് കാണാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാനും എനിക്ക് കഴിയില്ല. ഞാൻ മറ്റേ ഈ LDF അനൗൺസ്മെന്റ് വാഹനത്തിലൂടെ പ്രചരിച്ച ആ സന്ദേശത്തിൽ തന്നെ അതാണല്ലോ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം. അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അത് ബോധപൂർവം അതിലെ അനൗൺസ്മെന്റ് വാഹനത്തിൽ അനൗൺസ് ചെയ്യുന്ന ആൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അയാൾക്കെതിരെ, അതല്ല അതിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ രാഷ്ട്രീയ നേതൃത്വമോ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നാണ് അസംബ്ലി നിയോജകമണ്ഡല സെക്രട്ടറി ആയിട്ടുള്ള VK സനോജ് ആവർത്തിച്ച് ഇന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ആരാണെങ്കിലും ശരി, അത് അന്വേഷണത്തിൽ തെളിയുകയും നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ട കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു നിലപാടിനോടും യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. അത്തരത്തിൽ ഈ വർഗീയ പരാമർശങ്ങൾ നടത്തി വോട്ട് പിടിക്കാൻ നടത്തുന്ന ഒരൊറ്റ വോട്ടറാണെങ്കിൽ പോലും അങ്ങനത്തെ ശ്രമം നടത്തുന്നതിനോട് യോജിപ്പില്ല. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. പ്രത്യേകിച്ചും ഈ TP രാമകൃഷ്ണനെ പോലുള്ള ഒരു നേതാവിന്, അദ്ദേഹത്തെ അറിയാത്തവരില്ലല്ലോ പൊതുവിൽ, അടുത്തറിയുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ MLA-യുമാണ്. ഒരു നിലയ്ക്കും ഇത്തരത്തിലൊരു പരാമർശത്തിൻ്റെ അരികത്തൂടെ പോകുന്ന ആളല്ല അദ്ദേഹം TP രാമകൃഷ്ണൻ. ഇത് അറിഞ്ഞാൽ അദ്ദേഹം അനുവദിക്കുകയുമില്ല. അങ്ങനെ വളരെ മാന്യമായിട്ടും മര്യാദയ്ക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്ന ഒരു നേതാവിൻ്റെ മണ്ഡലത്തിൽ
ഇത്തരത്തിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായും കണ്ടുപിടിക്കപ്പെടണം. കുറ്റവാളികൾ ആരെങ്കിലും ആരൊക്കെയാണെന്ന് കാണുന്നവർ അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുകയും വേണം. അതിലൊന്നും ഒരു തർക്കവുമില്ല. പിന്നെ മറ്റ് മണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ രാജു പി നായർ വിശേഷിപ്പിച്ചൊരു ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഇപ്പോൾ പിന്നെ ഇടതുപക്ഷ നിലപാടുള്ളവരെല്ലാം CPM വിട്ട് പോരുകയാണ്. അവരൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ പിന്നെ സ്വതന്ത്രരായ സ്ഥാനാർത്ഥികളായി മാറുന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ഈ ഇടതുപക്ഷ നിലപാട് ഒരു പാർട്ടി സ്വീകരിക്കുന്നത് പിന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കമ്മിറ്റി കൂടി അങ്ങ് സ്വീകരിക്കുന്ന പണിയല്ല CPM അടക്കമുള്ള ഇടത് പാർട്ടികൾക്കുള്ളത്. അത് വളരെ സജീവമായി ചർച്ച ചെയ്തിട്ട് ആ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയഗതി അത് അവരുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് പിന്നീട് പിന്നെ തീരുമാനമായി ഇടതു പാർട്ടികളുടെ നിലപാടും തീരുമാനവുമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിന് പിന്നെ കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഇതാണ് പിന്നെ ഇടതുപക്ഷ പാർട്ടി. അദ്ദേഹത്തിന് പറഞ്ഞു നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ചോദ്യം ചെയ്യാനും ഞാൻ വരുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയായിരുന്നല്ലോ ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റേ വാദമില്ല, തീവ്ര മതരാഷ്ട്രവാദം എന്നുള്ള വാദമേ ഇല്ല എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്ത ആളാണല്ലോ പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിനൊക്കെയുള്ള യോഗ്യതയും അർഹതയും പദവിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞാണ് ഇപ്പോൾ അദ്ദേഹം വേറൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. CPM അടക്കമുള്ള ഇടത് പാർട്ടികൾക്ക് ഇടതു സ്വഭാവമില്ല. അത് CPM വിട്ടുവരുന്ന ഈ പറഞ്ഞ സുധാകരനും പയ്യന്നൂരെ സ്ഥാനാർത്ഥിക്കും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിക്കും ഒറ്റപ്പാല സ്ഥാനാർത്ഥിക്കുമൊക്കെയാണ് ഇടതു സ്വഭാവം ഉള്ളത് എന്നാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതൊക്കെ അദ്ദേഹം കൊടുത്തോട്ടെ. ആ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച് ജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെന്നേ. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇവർ ജനങ്ങളോട് വോട്ട് ചോദിച്ച് നിൽക്കുകയാണല്ലോ. ജനങ്ങൾ തീരുമാനിക്കുകയാണ് ഇവരാണ് ശരി, അല്ലാതെ ഈ പറയുന്ന CPMന്റെ ഇടതു സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇവരാണ് യഥാർത്ഥ ഇടതുപക്ഷ നേതാക്കൾ എന്നുണ്ടെങ്കിൽ അവരെ ജയിപ്പിക്കുമല്ലോ. ശ്രീധരൻ, ഇപ്പോൾ അങ്ങ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുപോലെ തന്നെ SDPI-യുമായി ബന്ധപ്പെട്ട് CPM വളരെ കടുത്തതും ഉറച്ചതുമായ ചില നിലപാടെടുത്തിരുന്നല്ലോ. അതിനിപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ഇന്നലെ വരെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് എന്ന രൂപത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിലപാട് മാറ്റുന്ന പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിലേക്ക് വരാം. ആ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോവില്ല, അതിലേക്ക് വരാം. പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളുണ്ടല്ലോ, അത് പ്രതികരണം നടത്തുമ്പോൾ ആ പ്രതികരണം പിന്നെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും അത് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ കള്ളവോട്ട് ചെയ്യുന്ന കാര്യം, ഇങ്ങനെ എന്തൊക്കെ ആരോപണങ്ങളാണ് കോൺഗ്രസ് UDF നേതൃത്വം ഉന്നയിക്കുന്നത്. ഈ പിന്നെ ഇപ്പം പറഞ്ഞല്ലോ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഈ പേരാമ്പ്രയിലെ കാര്യം തന്നെ രാവിലെയും സാദിഖലി തങ്ങൾ പറയുന്നത് കേട്ടു. ഈ ജാതി മത ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും UDF ചെയ്തിട്ടില്ല അത്രേ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. 1977 ഡിസംബർ 12 ഹൈക്കോടതി വിധി, ആ വിധി പ്രകാരമാണ് മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെ സമുന്നത നേതാവായ CH മുഹമ്മദ് കോയയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അതിന് 7 ദിവസം മുമ്പ് ഇബ്രാഹിം സുലൈമാൻ സേട്ടൻ രാജിവെക്കേണ്ടി വന്നു. ഈ ജാതി പറഞ്ഞും മതം പറഞ്ഞും ആൾക്കാരെ വർഗീയ പരാമർശങ്ങൾ നടത്തി വോട്ട് പിടിക്കാൻ ശ്രമം നടത്തി എന്ന ആരോപണത്തിൻ്റെ പേരിൽ 25ഓളം ഹർജികളാണ് ഹൈക്കോടതി കൊടുക്കപ്പെട്ടത് അന്ന്. അതിൽ 3 ഹർജികൾ മാത്രമേ പരിഗണിച്ചുള്ളൂ കോടതി, ബാക്കി തള്ളിക്കളഞ്ഞു. പിന്നെ CHൻ്റെയും സേട്ടിൻ്റെയും KM മാണിയുടെയും അത് അംഗീകരിച്ചു, അവർക്ക് രാജിവെക്കേണ്ടിയും വന്നു. അത് ചരിത്രമാണ്. ആ ചരിത്രമൊന്നും ആർക്കും എഴുതിത്തള്ളാൻ കഴിയില്ല. അങ്ങനെ നമുക്കിഷ്ടമില്ലാത്തതെല്ലാം ചരിത്രമല്ല, അത് നമ്മുടെ മുമ്പിലില്ല എന്നാണ് സാദിഖലി തങ്ങളുടെ ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ വർഗീയതയ്ക്ക് വേണ്ടി വർഗീയ വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി അത്തരത്തിൽ ശ്രമം ആരെങ്കിലും LDFകാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് പോലീസ് അന്വേഷിക്കണം, നിയമപരമായ നടപടികൾ എടുക്കുകയും വേണം. പക്ഷേ അപ്പുറത്ത് പിന്നെ ഈ ആധാർ കാർഡ് വ്യാജമായിട്ടുണ്ടാക്കുന്നു, അതൊക്കെ അങ്ങനെ വ്യാജമായിട്ടുണ്ടാക്കുന്നു വിവരം കിട്ടുകയാണോ ചെയ്യുന്നത്? ആണോ? അത് രാജു പി നായർ അങ്ങനെയാണ് പറഞ്ഞത്.
പിന്നെ പ്രിയപ്പെട്ട രാജുവിന് എന്തായാലും കൃത്യമായ വിവരങ്ങൾ കിട്ടാത്ത ആളല്ല, അദ്ദേഹത്തിന് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ വേണുഗോപാൽ പറഞ്ഞത് അംഗീകരിക്കാം. കെ സി വേണുഗോപാൽ പറഞ്ഞത് CPM പ്രവർത്തകരിൽ നിന്ന് തന്നെ വിവരം കിട്ടിയെന്നാണ്. അതെ, അതെ, അത് ഭയങ്കരമായ ഒരു രഹസ്യം തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തിയ രഹസ്യത്തിന് നമസ്കാരം പറയുകയല്ലാതെ എനിക്ക് മറ്റൊന്ന് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട രാജു പി നായർ അത് ഈ ചർച്ചയിലൊന്നും പറയണ്ട. ബന്ധപ്പെട്ട നിയമപ്രകാരം ഇക്കാര്യം അന്വേഷിക്കാൻ നിയുക്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചാൽ മതിയെന്ന്. അതല്ലേ ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ട ഒരു ചുമതലയല്ലേ അങ്ങനെ അറിയിക്കുക എന്നുള്ളത്. ചർച്ചയിൽ പറയുകയല്ലേ മാധ്യമങ്ങളോട് അത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടു CPM പറഞ്ഞു. തെളിവൊന്നുമില്ലാതല്ലേ പറയുന്നത്, തെളിവോടുകൂടിയല്ലേ അവർക്ക് കിട്ടിയ വിവരങ്ങൾ തെളിവോടുകൂടിയല്ലോ പറയുന്നത്. കിട്ടിയ വിവരങ്ങൾ അറിയിക്കുന്നു, ഉറപ്പായിട്ടും അറിയിക്കുമല്ലോ. പാർട്ടിയെ പരാജയപ്പെടുത്താൻ അപ്പുറത്ത് ഇത്തരം ശ്രമങ്ങൾ ഉണ്ടെന്ന ഒരു വിവരം കിട്ടുമ്പോൾ സ്വാഭാവികമായും ചെയ്യുന്ന എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുക. അത് ചെയ്തു. അല്ല, ഞാനും അതൊക്കെ അന്വേഷിച്ചിട്ട് സ്മൃതി ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ച് ആദ്യം ഫോൺ ചെയ്തു. എന്നിട്ട് ആ വിവരം അദ്ദേഹത്തിന് എന്താണെന്ന് വിവരം എന്നുള്ള നോട്ട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തപ്പോൾ ഈ കാര്യം സംബന്ധിച്ച് ഒരു പരാതി രജിസ്റ്റർ ചെയ്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പരാതി രജിസ്റ്റർ ചെയ്ത് അയച്ചു. ഇത് ഞാനും അന്വേഷിച്ചിട്ടാണ് ഇരിക്കുന്നത്, അന്വേഷിക്കാതെ ഒന്നുമല്ല. അപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. അതൊക്കെയാണ് കേരളത്തിൽ പിന്നെ അത്തരത്തിലുള്ള നടപടികൾ കൊണ്ടാണ് LDF ഇലക്ഷനെ നേരിടാൻ പോകുന്നത് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമമെങ്കിൽ അങ്ങനെയുള്ളൊരു ധാരണ എനിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. SDPI നിലപാട്. ആ കള്ളവോട്ട് അവിടെ മാത്രമല്ലല്ലോ. എൻ്റെ നാട് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ പിന്നെ എൻ്റെ പ്രദേശം കുട്ടനാട് മണ്ഡലവുമാണ്. അവിടെ കൈനഗരി എന്നൊരു പ്രദേശമുണ്ട്. കൈനഗരിയിൽ CPIMന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ കള്ളവോട്ട് പണ്ട് കാലത്ത് നടന്നിരുന്ന ആരോപണമാണ്, തെളിയിക്കപ്പെടാത്ത ആരോപണമാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പുന്നപ്രയിൽ പിന്നെ അന്ന് വി ദിനകരൻ MLA ആണ്, കോൺഗ്രസിൻ്റെ ധീവര സഭയുടെ അനിഷേധ്യ നേതാവുമാണ്. ഇന്നും അദ്ദേഹം MLA അല്ലെന്നുള്ളതേ ഉള്ളൂ. അവിടെ ചള്ളിയിൽ കടപ്പുറം എന്നൊരു കടപ്പുറമുണ്ട്. ആ കടപ്പുറത്ത് CPMകാർക്ക് ഇടതുപക്ഷക്കാർക്ക് പ്രവേശനം പോലുമില്ല. ബൂത്തുകളിലൊന്നും ചെല്ലാനേ കഴിയില്ല. അവിടെ കോൺഗ്രസ്സുകാർ മാത്രമേ വോട്ട് ചെയ്യൂ. 99.99% ആയിരുന്നു ചള്ളിക്കടപ്പുറത്തെ സ്കൂളിലെ വോട്ടിംഗ് പെർസെൻറ്റേജ്. അതായിരുന്നു ഒരു കാലത്ത് സ്ഥിതി. ഇവിടെ പിന്നെ കൈനഗരിയിൽ 97-98% വരെയും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ TN ശേഷൻ വന്നതിന് ശേഷമാണല്ലോ ഇതൊക്കെ നിയമങ്ങൾ പലതരത്തിലുണ്ടെന്ന് മനസ്സിലാവുന്നതും ആ തരത്തിലേക്ക് നിയമങ്ങൾ മാറ്റപ്പെടുന്നതും ഒക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം അത്തരത്തിലുള്ള പിന്നെ സാഹചര്യങ്ങളും സംഭവങ്ങളും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അത്തരം സ്ഥലങ്ങളും ഇല്ല എന്നാണ് അറിവ്. ഈ 99% വോട്ടിങ്. കാരണം നിയമപ്രകാരം 90% മുകളിൽ വോട്ട് വന്നാൽ അത് അന്വേഷിക്കപ്പെടുമല്ലോ. അതുകൊണ്ട് അപ്പം അത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയൂ. SDPIയുടെ കാര്യത്തിൽ ഒരു 10 സെക്കൻഡ് കൊണ്ട് തീർത്താക്കാം. SDPIയുടെ കാര്യം SDPI ആണ് സ്മൃതി പറയേണ്ടത്. ലത്തീഫ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇലക്ഷന് 2-3 ദിവസം മുമ്പാണ് തീരുമാനമെടുക്കുക. അത് മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ അറിയിക്കും. അപ്പോൾ ആ നിലപാടിന് ശേഷമേ ബാക്കിയുള്ള CPM പിന്തുണയ്ക്കുന്നു SDPIയെ എന്ന് പറയുന്നതിന് അർത്ഥം വരുന്ന അല്ലല്ല, അങ്ങനെയല്ല. എം വി ഗോവിന്ദൻ ഇന്നലത്തെ പ്രതികരണം എന്തിന് വേണ്ടെന്ന് പറയണം എന്നുള്ളതാണ്. SDPI വോട്ട് വേണമോ വേണ്ടെന്ന് വെക്കുമോ എന്ന് പറയുമ്പോൾ എന്തിന് വേണ്ടെന്ന് പറയണമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആദ്യം ജമാഅത്തെ വോട്ട് വേണ്ടെന്ന് UDF പറയട്ടെ എന്നുകൂടി പറയുകയാണ്. SDPIയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അതിതീവ്ര സംവിധാനം എന്ന രൂപത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരുന്നതെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ആ പറഞ്ഞ പ്രതികരണങ്ങൾ അവിടെ കിടക്കുന്നു, ഇപ്പോൾ പറയുന്ന പ്രതികരണങ്ങൾ കിടക്കുന്നു, നാളെ മാറ്റി പറഞ്ഞാൽ അതും അവിടെ കിടക്കുമെന്നുള്ളതാണ്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇപ്പോൾ വടക്കാണ് ഏറ്റവും അധികം പ്രചാരണങ്ങളിൽ പരാതികൾ ഉയരുന്നത്. പരാതികൾ വർഗീയതയുമായി ചേർന്ന് നിൽക്കുന്ന ആരോപണങ്ങളാണ് അതിൽ ഉയരുന്നത്. എത്രത്തോളം അത് യാഥാർത്ഥ്യമുണ്ട്? അങ്ങിപ്പോൾ വടക്ക് നിന്ന് വരുന്ന ഒരാളാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വടകരയിൽ നമ്മൾ കണ്ടതാണ്. വടകരയിൽ ഇത് സമാനമാണ് പേരാമ്പ്രയിൽ എന്ന് പറയാനാകുമോ? അങ്ങനെയെങ്കിൽ പയ്യന്നൂരിലെ കാഴ്ച അതിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? സ്മൃതി, വടക്ക് നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പേരാമ്പ്ര മണ്ഡലമായിട്ടും അതുപോലെ തന്നെ ഈ പ്രദേശ മണ്ഡലങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യക്തിബന്ധമുള്ള ആളാണ്. ഇവരൊക്കെ ആയിട്ട് ഞാൻ സ്ഥിരമായിട്ട് കാണാനും സംസാരിക്കാറും ഒക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാറുമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ അറിയാം. എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ CPMന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതല്ലേ.
സത്യത്തിൽ വേണ്ടത് എന്താണ്? പേരാമ്പ്രയെക്കുറിച്ച് ഇങ്ങനെ LDF കൺവീനറുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഉയരുന്നു. ആ ഒരു ആക്ഷേപം ഉയരുന്നത് ശരിയല്ല. അന്ന് കൃത്യമായി സ്ഥാപിക്കുന്നതിന് ആവശ്യമായ പറ്റുന്ന രൂപത്തിൽ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊന്ന് സംസാരിക്കണം. അവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, അല്ലെങ്കിൽ ഇതുപോലെ മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ അവർ തയ്യാറല്ല എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമുക്കത് ഇപ്പോൾ ജേക്കബ് ജോർജും അതുപോലെ തന്നെ ജയേന്ദ്ര സഖാവും ഒക്കെ ഒരു പക്ഷേ CPM വേണ്ടി സംസാരിക്കുമായിരിക്കും. അത് വേറൊരു പ്രശ്നമാണ്. പക്ഷേ അങ്ങനെ CPM സംസാരിക്കുന്നത് കൊണ്ട് അത് CPM ആധികാരികമായ അഭിപ്രായമാവുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയുകയും ചെയ്യാം. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിൽ പോകുന്നില്ല. ഇവിടെ ജയേന്ദ്ര സഖാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം എത്ര പഠിപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെണ്ണയിൽ നിന്ന് നൂലൂരിയെടുക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെ TP രാമകൃഷ്ണനെയും CPM-നെയൊക്കെ ഇങ്ങനെ ഊരിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ വർത്തമാനങ്ങൾ സത്യത്തിൽ നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ കാണേണ്ടതാണ്. പക്ഷേ അതിനൊന്നും വസ്തുതയുമായ ഒരു ബന്ധവുമില്ല എന്ന് നമുക്കിന്ന് കൃത്യമായിട്ട് അറിയാം. ഇന്നത്തെ ദിവസം കൊണ്ടറിയാം. ഇപ്പം നമുക്കറിയാം TP രാമകൃഷ്ണൻ നേരിട്ട് സംസാരിക്കണം. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊരു ഉത്തരവാദിത്വമില്ല. എന്ത് കഥയായി പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചാരണ വാഹനത്തിൽ നിന്ന് അനൗൺസ്മെൻറ്റ് നടക്കുന്നതാണ് പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ പ്രചാരണ വാഹനത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരല്ലാത്ത വല്ലവരും കയറി കൂടിയിട്ട് അവർ വേറെ പെൻഡ്രൈവ് എടുത്തിട്ട് CPM-നെതിരായിട്ട് പ്രചരണം നടത്താൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. അങ്ങനെയൊക്കെ നടക്കുമോ നമ്മുടെ നാട്ടിൽ? അപ്പോൾ ഈ സത്യത്തിൽ ഇത് ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനൊക്കെ മാറ്റിവെക്കുക, മറ്റാരെയും മാറ്റിവെക്കുക. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറെ പോലെ പ്രധാനപ്പെട്ട ഒരാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസുകൾ നടക്കുമെന്ന് പറഞ്ഞാൽ അതിലാദ്യം അന്വേഷിക്കേണ്ടതും ഇതാരാണെന്ന് കണ്ടുപിടിച്ച് അവരെ ചെവിക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് ആളുകൾ മുമ്പ് പ്രദർശിപ്പിക്കേണ്ട ഉത്തരവാദിത്തം TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന LDF കൺവീനർക്കും പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിക്കുമാണ്. പേരാമ്പ്രയിൽ നിന്ന് തുടർച്ചയായി വിജയിക്കുന്ന ഒരാളാണ് TP രാമകൃഷ്ണൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരാജയ ഭീതിയിൽ നിന്ന് ഇത്തരം ഒരു പ്രചാരണത്തിലേക്ക് പോകാം എന്ന് ആലോചിക്കേണ്ടതുണ്ടോ എന്നൊരു കാര്യം. ഇനി പ്രചാരണ വാഹനത്തിൽ ചിലർ ആവേശത്തിൽ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് എങ്കിലും അതും പരിശോധിക്കണമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഞാൻ അതിലേക്കൊക്കെ വരാം. അത് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ കാണേണ്ടത് എന്താണ്? ഇത് ഏതെങ്കിലും ഒരു പ്രചാരണ വാഹനത്തിൽ നിന്നൊന്നുമല്ല. മെനഞ്ഞാന്ന് ജയേന്ദ്രൻ ഞാൻ കൂടി ഒരു ചാനലിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്കുണ്ടായിരുന്നു. അന്ന് എൻ്റെ മുമ്പിലുള്ള വിവരം എന്താണെന്ന് ചോദിച്ചാൽ എടവരാട് എന്ന് പറയുന്ന പേരാമ്പ്രയിലെ ഒരു സ്ഥലത്ത് ചായ കഴിക്കുന്നതിന് വേണ്ടി പ്രചാരണ വാഹനം നിർത്തിയിട്ട സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്ന അനൗൺസ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ അയാളോട് നേരിട്ട് സംസാരിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആ വാഹനത്തിലാണെന്ന്. പക്ഷേ ഇന്നലെയോടുകൂടി പുറത്തു വന്ന കാര്യം അങ്ങനെയല്ല. ഇന്നലെ കൂടി പുറത്തു വന്ന ഒന്നിലധികം അല്ല ഒരുപാട് സ്ഥലത്തെ വാഹനങ്ങളിൽ ഇതുപോലുള്ള അനൗൺസ്മെൻറ്റ് നടന്നു. അതിൻ്റെ രണ്ടാമത് ഇത് അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ വീഡിയോ നാം പുറത്തു വന്നിട്ടുണ്ട്. അത് ആ വീഡിയോ അതിന് പിറകെ സഞ്ചരിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ആ സാധനം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് മറ്റു മണ്ഡലങ്ങളിലൊക്കെ മറ്റു പ്രദേശങ്ങളിലൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രചരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ്? ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണോ പ്രചരിപ്പിക്കേണ്ടത് ആ മാറ്റർ പണ്ടത്തെ പോലെ ആരെങ്കിലും ഒരു മൈക്കെടുത്തിട്ട് വാഹനത്തിനകത്ത് കയറി കുത്തിരിഞ്ഞ് വിളിച്ചു പറയുന്നതല്ല ഇപ്പോഴത്തെ പ്രചരണം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായി റെക്കോർഡ് ചെയ്യുന്നതാണ്. റെക്കോർഡ് ചെയ്തിട്ട് പെൻഡ്രൈവിലാക്കിയിട്ട് കൊടുക്കുകയാണ്. ആ പെൻഡ്രൈവ് വെച്ചിട്ടാണ് ഈ സംസാരിച്ചത്, അല്ലാണ്ട് ആളുകൾ വിളിച്ചു പറയുന്നതല്ല. അപ്പോൾ ഈ പെൻഡ്രൈവിൽ ഈ സാധനം ഉള്ളതുകൊണ്ടാണല്ലോ ഇത് സംസാരിച്ചത്. ഇനി അങ്ങനെ ഒരു പെൻഡ്രൈവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയതല്ല, ആരോ കുത്തിത്തിരിയുകയാണെങ്കിൽ അത് വ്യക്തമാക്കല്ലേ വേണ്ടത്? അത് വ്യക്തം. ഇത് ഞങ്ങൾ കൊടുത്തയച്ചതല്ല, വേറെ ചിലർ ഉണ്ടാക്കി വിട്ടതാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അതിന് CPM തയ്യാറല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറല്ല, പരിശോധിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ കൃത്യമായ നിലപാടിൻ്റെ ഭാഗമായി പ്രയോഗിക്കുന്നത് തന്നെയാണ്. ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ TP രാമകൃഷ്ണൻ ഇപ്പോൾ ഒരാളിങ്ങനെ വരണം. നേരത്തെ ജയേന്ദ്രൻ സഖാവ് പറയുന്നൊരു അയാളിങ്ങനെ എന്താണ് പച്ചവെള്ളം അരച്ചു കുടിക്കുന്ന ഒരു സഖാവാണ്, യാതൊരു തരത്തിലുള്ള മറ്റ് മാൽ പ്രാക്ടീസസിനൊന്നും കൂട്ടു നിൽക്കാത്ത ആളുകളാണ്. ഇപ്പോൾ ജയേന്ദ്ര സഖാവിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ആലപ്പുഴയിലാണ്. ഞാൻ TP രാമകൃഷ്ണൻ സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റിയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. TP രാമകൃഷ്ണൻ എൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് TP രാമകൃഷ്ണൻ അറിയാം. നമ്മൾ സാധാരണ പറയലില്ലേ എന്താണ് രാപ്പനിയുള്ളവർക്ക് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുന്നു. അതുപോലെ TP രാമകൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഏതായാലും ഒരു ഇലക്ഷൻ്റെ മുഖത്ത് വെച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അങ്ങ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ TP രാമകൃഷ്ണൻ ഇവിടെ ആദ്യമായി മത്സരിക്കുന്ന സമയത്ത് വലിയ തോതിൽ പിന്നോക്കം പോകുന്ന ഒരവസ്ഥ സംജാതമായി വന്നപ്പോൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഇടപാടുകൾ അതിന് പുറത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ഓരോന്നും വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, വേണമെങ്കിൽ നമുക്ക് വിശദമായിട്ട് പറയാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ പച്ചവെള്ളം അഴിച്ചു കടിക്കുന്ന സുഖമാണ് TP രാമകൃഷ്ണൻ എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല.
അതുപോലെ തന്നെ അദ്ദേഹം സമ്പൂർണ്ണമായ അഴിമതി രഹിതനായിട്ടുള്ള ഒരു സഖാവാണ് എന്ന നിലയിലൊക്കെ ജയചന്ദ്രൻ സഖാവ് അത് മറ്റു പലരൊക്കെ തന്നെ കാര്യങ്ങൾ അറിയാതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് വെച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ഏതായാലും ഇപ്പോഴില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുഡ് സർവീസ് എൻട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ കാര്യം ഗുഡ് സർവീസ് കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന അഭിപ്രായം എനിക്കില്ല. ഇനി ഇപ്പം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ വടക്കേ മലബാറിൽ CPM പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നില ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസം കഴിയുന്തോറും ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ കേരളത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടുകൂടി CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച മണ്ഡലം ആയിരുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിക്കാതായിട്ട് ഇപ്പോൾ കാലം എത്രയായി? കേരളത്തിലെ ഏറ്റവും ഷുവർ മണ്ഡലങ്ങളിൽ ഒന്നല്ലേ വടകര. ആ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ ഈ കേരളത്തിൽ CPM-ന് ലോഞ്ച് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. ഒരു നിവൃത്തിയുമില്ലാതെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ശൈലജ ടീച്ചറെ ഫീൽഡ് ചെയ്യിച്ചിട്ട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നുള്ള ശ്രമമല്ലേ നടത്തിയത്? എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സംഭവം എന്താണ്? കാര്യങ്ങൾ ഇങ്ങനെ കൈവിട്ടു പോകുന്നു എന്നുള്ള ഏറ്റവും അവസാനത്തെ ഒരു എത്തിയ സമയത്താണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ജയേന്ദ്ര സഖാവ് ഒന്ന് ആലോചിച്ച് നോക്ക്. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രശ്നങ്ങൾ അന്വേഷിച്ച് ഇത് ഞങ്ങൾ ചെയ്തതല്ല, ഇത് മുസ്ലിം ലീഗുകാർ വ്യാജമായി അവർ സത്യമായി പറഞ്ഞതാണ്, കാഫിർ മാർക്ക് നേരെ വോട്ട് ചെയ്തിരുന്നു യൂത്ത് ലീഗിന്റെ അന്ന് അറസ്റ്റ് ചെയ്ത ചങ്ങാതിയാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ CPM-നോ ആഭ്യന്തര വകുപ്പിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ കേരളത്തിലുണ്ടോ? അവർക്ക് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഇത്തിരി സമയം കൂടി തരണം സ്മൃതി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സ്ഥിതി. ഇതേ പ്രശ്നം ഇപ്പൊ പേരാമ്പ്ര മണ്ഡലത്തിലുണ്ട്. പേരാമ്പ്ര മണ്ഡലത്തിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കരുതിയത് ഈ പറയുന്ന പെൺകുട്ടി അവിടെ വരുമ്പോൾ അവർ TP രാമകൃഷ്ണൻ പോലെ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കാൻ പറ്റുന്ന ആരാണെന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്ഭുതകരമായ രൂപത്തിലുള്ള മാറ്റമാണ് ആ മണ്ഡലത്തിലുണ്ടായത്. വലിയ തോതിൽ ആളുകൾ അവരുടെ കൂടെ നിൽക്കുന്നതും അതുപോലെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതും സത്യത്തിൽ ഒരു പിടിവിട്ട് പോയ രൂപത്തിലുള്ള ഒരു പക്ഷേ ഷാഫിയെ വടകരയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ആവേശത്തോടു കൂടി ജനങ്ങൾ സ്വീകരിക്കുകയാണ്. കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ CPM പോലെ ഒരു രാഷ്ട്രീയ NV ബാലകൃഷ്ണൻ പക്ഷേ അവിടെ ലീഗിനകത്തുനിന്ന് തന്നെ ഫാത്തിമ തെഹ്ലിയ സ്ഥാനാർത്ഥിയാകുന്നവരുണ്ടായ എതിർപ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇപ്പൊ നൂർബീന റഷീദ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതവിടെ നിൽക്കുന്നു. പിന്നെ ആരുടെ നോമിനിയായിട്ടാണ് ഫാത്തിമ തെഹ്ലിയ വരുന്നത് എന്നൊരു വിവാദം വേറെ പുറപ്പെട്ടു. അതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയായി വരുന്നു എന്നുള്ള കാര്യം INL പറഞ്ഞു. പക്ഷേ അത് ലീഗിനകത്ത് തന്നെ ചിലർ അത് ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഫാത്തിമ തെഹ്ലിയ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു നോട്ടീസ് ഇറക്കുന്നു. ഫാത്തിമ തെഹ്ലിയ പങ്കെടുത്തിട്ടില്ല, ഏതായാലും അങ്ങനെ ഒരു നോട്ടീസ് ഇറക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിനകത്തും നടക്കുന്നുണ്ട്. ഫാത്തിമ തെഹ്ലിയെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ഫാത്തിമ തെഹ്ലിക്കെതിരായ ഒരു വികാരം അതിനകത്തും വേറെ രൂപത്തിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ, അതായത് മുസ്ലിം ലീഗിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. അതോ എൻ്റെ ഒരു നൂർബിന റഷീദ് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമ്മൾ പരിശോധിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉറപ്പിച്ച് പറയാം. ഒന്നാമത്തെ ഞാൻ സൂചിപ്പിച്ചു നേരത്തെ, ഒന്നാമത്തെ ഈ പറയുന്ന പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എങ്ങനെയാണ് വിജയിച്ചത്? നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നില പരിശോധിച്ച് നോക്കുമോ? അവിടെ പാലേരി റസാഖ് എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ നേതാവ് മത്സരിച്ചിട്ട് അയാൾക്ക് 1000-നടുത്ത് വോട്ടാണ് കിട്ടിയത്. നിങ്ങൾ ഓർക്കേണ്ടത് പേരാമ്പ്രയിലെ ചെറിയ കുമ്പളം, ചങ്ങരോത്ത് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ വളരെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. ആ വെൽഫെയർ പാർട്ടി അന്ന് TP രാമകൃഷ്ണൻ കൂടിയായിരുന്നു. വെൽഫെയർ പാർട്ടിയെ TP രാമകൃഷ്ണൻ കൂടെ നിൽക്കുക മാത്രമല്ല അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കാൻ അതിൻ്റെ പേരിൽ ഒരു സ്കൂളിൻ്റെ അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ട അന്തർധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒന്നും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടാണ് അന്ന് TP രാമകൃഷ്ണൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കുന്നതിന്. ഇന്ന് മുസ്ലിം ലീഗ് അങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ഭാഗം. ഇത് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. ഇത് മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കുമ്പോൾ അത് മോശമാവുകയും അതേ സ്ഥാനത്ത് മറ്റേ ആൾ സ്വീകരിക്കുമ്പോൾ മോശമല്ലാതിരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഒറ്റക്കാരോട് പറഞ്ഞോട്ടെ. നൂർബിന റഷീദ് പറയുന്നതൊക്കെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നമുണ്ട്. ഒരു മറിച്ചിടൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാത്തിമ തെഹ്ലിയെ പോലെയുള്ള ആളുകൾ മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വരുമ്പോൾ നെറ്റിയിൽ ചന്ദനം പൂശി പോകുന്ന ശിവൻകുട്ടിയെ മറുഭാഗത്ത് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത്
രാഷ്ട്രീയത്തിൽ ഒരു എന്താണ് പറയാ എല്ലാത്തിനും ഒരു തലകീഴായി മറയുന്നതിന്റെ രാഷ്ട്രീയ വോട്ട് പിടിക്കുന്നതിന് മതത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തിരിച്ചുള്ള ഒരു നിലപാട് അപ്പുറത്ത് നമ്മൾ കാണുന്നുണ്ട് എന്നത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ശരി, അതാണ് അങ്ങയുടെ നിരീക്ഷണം. ശ്രീ ജേക്കബ് ജോർജ്, ഇരു കൂട്ടരും 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ കൂടി കടന്നു വരുന്നത്. ഇപ്പോൾ വടക്ക് നിന്നാണ് ഇത്തരം ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിനൊക്കെ തന്നെയും തെളിവുകളുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ശ്രീ ജേക്കബ് ജോർജ്? അല്ല, ഇത് ആരോപണമാണ് സ്മൃതി, ആരോപണമാണ്. സാധാരണ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കേരളത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റെതായ ചൂടും ചൂരും ഉണ്ട് എന്നുള്ളത് വസ്തുതയല്ലേ. വീറും വാശിയും വളരെയേറെയുള്ള തിരഞ്ഞെടുപ്പുകളാണ് സാധാരണ നടക്കുക. ഇവിടെ പ്രത്യേകിച്ച് ത്രികക്ഷി മത്സരമാണെങ്കിലും ത്രികോണ മത്സരമാണെങ്കിൽ പോലും രണ്ട് കക്ഷികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റാണല്ലോ, നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അതുകൊണ്ട് തന്നെ അതിന് ചൂടേറെ കൂടും. എങ്ങനെയും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഓരോ മണ്ഡലത്തിലും അവരുടെ പ്രവർത്തകർ ആഞ്ഞു തന്നെ ഇറങ്ങും, യാതൊരു സംശയവുമില്ല. കൂട്ടത്തിലൊക്കെ ചില വീഴ്ചകളൊക്കെ വന്നേക്കാം. പക്ഷേ അത് അങ്ങനെ ഒരു വീഴ്ചയും വർഗീയമായ പരാമർശങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. CPM-ന് അങ്ങനെ ഒരു പാളിച്ച പറ്റരുത്. CPM ആണ് വർഗീയതയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് CPM വളരെ ശക്തമായ നിലപാട് എടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു വീഴ്ച CPM-ന്റെ ഭാഗത്ത് വന്നുകൂടാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. CPM മാത്രമല്ല, CPM-ന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ. നമ്മുടെ കേരളത്തിൽ നിന്നല്ല, പൊതുവേ നമുക്ക് ഒരു പേര് കേൾക്കുമ്പോൾ അറിയാം ആൾ ഏത് ജാതിയാണ്, കുറഞ്ഞ പക്ഷേ ഏത് മതമാണെന്നറിയാൻ പറ്റും. അപ്പോൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ ആ ഒരു ചാപ്പകുത്തുക എന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു മേലങ്കി അണിയുകയാണ്, ആ മതത്തിന്റെ ഒരു മേലങ്കി അണിയുകയാണ് സ്ഥാനാർത്ഥി. അതിൽ നിന്നൊക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോഴേ AK ആന്റണി ക്രിസ്ത്യാനിയാണെന്ന് ആരെങ്കിലും പറയുമായിരുന്നോ? പറയല്ല. ആന്റണീൻ്റെ പള്ളിയിൽ പോവുകയില്ല, കല്യാണം പോലും കഴിക്കാൻ പള്ളിയിൽ പോയില്ല AK ആന്റണി. അദ്ദേഹം ബിഷപ്പുമാർക്കെതിരെ, ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ, ക്രിസ്ത്യൻ മതമേധാവിത്വത്തിനെതിരെ അങ്ങനെ തന്നെ പറയണം, നിലയുറപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ താരതമ്യം എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഫാത്തിമ തെഹ്ലിയ തന്റെ പാർട്ടിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു യുവ നേതാവാണ്, ഒരു വനിതയാണ്, ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീക്ക് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്നതാണ്. എത്രത്തോളം അതിൽ തടസ്സങ്ങൾ നേരിട്ടുണ്ടാകാം, അതൊക്കെ മറികടന്നുകൊണ്ട് അവരെത്തുന്നു. അതും ഈ പുതിയ തലമുറയുടെ ഭാഗമായി നിന്നുകൊണ്ട് പാർട്ടിക്കകത്ത് ഫൈറ്റ് ചെയ്തതും നമ്മൾ കണ്ടതാണ്, അതും വാർത്തയായിട്ടുള്ളതാണ്. അപ്പോൾ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്തും ഒരു ഘട്ടത്തിൽ കണ്ടതാണ്. നേതൃത്വം തിരുത്തുകയും ഇവർ ഒത്തുതീർപ്പിന് തയ്യാറാകുകയൊക്കെ ചെയ്തതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരാൾ മതത്തിന്റെ ചാപ്പയോടുകൂടി വരുന്നു എന്ന് സ്ഥാനാർത്ഥിയാണ് അങ്ങ് ഉദ്ദേശിച്ചെങ്കിൽ അതിനോട് യോജിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഫാത്തിമ തെഹ്ലിയ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുകയാണെന്നൊരു അഭിപ്രായം അങ്ങയുടെ വാചകത്തിലുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങേക്ക് തിരിച്ചു പറയാം. ഇല്ല, ഞാനതേ ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിന്റെ പൊതുവായ ഒരു ചിത്രമാണ്. ഫാത്തിമ തെഹ്ലിയ അവർ നല്ല സ്ഥാനാർത്ഥിയാണ് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ പത്രങ്ങൾ കണ്ടപ്പോഴാണ്, ഇന്നത്തെ വാർത്ത കണ്ടപ്പോഴാണ് നൂർബിന റഷീദ് എന്തുകൊണ്ട് മുതിർന്ന നേതാവാണ്, മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗിന്റെ നേതൃത്വം കൊടുത്ത വളർത്തിയെടുത്ത നേതാക്കളിൽ ഒരാളാണ് നൂർബിന റഷീദ്. എന്തുകൊണ്ട് ആ വനിത, ആ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ്, വനിതാ ലീഗിന്റെ നേതാവ് ഈ ആളിനെ എതിർത്തു? ഈ അല്ലാതെ വ്യക്തമായിരുന്നല്ലോ, വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായിരുന്നു. അങ്ങേക്ക് അതിനോട് യോജിപ്പുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ കാലത്ത് ലൈംഗികാരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു വനിതാ നേതാവും വരാറില്ലായിരുന്നു എന്ന് പറയുന്നു. അത് എത്രത്തോളം ഒരു ന്യായമായ ഒരു പ്രതികരണമാണ്? കാരണം ഇവർക്ക് പറയാനൊരു വിഷയമുണ്ടായിരുന്നു, ആ വിഷയത്തിൽ അവർ ശക്തമായി നിലകൊണ്ടു, അതിന്റെ ഭാഗമായി നേതൃത്വത്തിന് തിരുത്തേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല എന്ന് പറയുകയാണ് നൂർബിന റഷീദ്. അതെങ്ങനെയാണ് അങ്ങേക്ക് അതിനോട് യോജിക്കാനാവുക? അല്ലല്ല, ഞാൻ അതിന്റെ ന്യായങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ അതിന് യോഗ്യനല്ല. കാരണം ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്ന ആളാണ്. ലീഗിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാധ്യമങ്ങളിൽ കൂടി അറിയുന്ന കാര്യമേ ഉള്ളൂ. എനിക്ക് മുസ്ലിം ലീഗ് നേതൃത്വവുമായിട്ട് നല്ല
എനിക്ക് ആ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് എനിക്ക് നന്നായിട്ടറിയാം. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ റോൾ എനിക്ക് നന്നായിട്ടറിയാം, അത്യാവശ്യം നന്നായിട്ടറിയാം. പക്ഷേ ഇതിനകത്ത് വനിതാ ലീഗിൻ്റെ ഒരു പ്രത്യേകത, പ്രസക്തി, അതുപോലെ തന്നെ ഫാത്തിമ തഹ്ലിയയുടെ വിഷയം, അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല സ്മൃതി. അത് ഞാൻ പഠിച്ചിട്ടില്ല, കാരണം എനിക്ക് അതിനുള്ള സാഹചര്യം ഇവിടെയില്ല. നമ്മൾ കേരള രാഷ്ട്രീയം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് അത് അത്ര വലിയ ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോറുമുള്ള ചൂടും ചൂരും എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം വിഷയങ്ങളാണോ ഈ അവസാന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമാകേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയാലാണോ വിജയിക്കാനാവുക എന്ന ചോദ്യമുണ്ട്. ഞാൻ സ്മൃതി ഞാൻ പറയുന്നത് ഇത്തരം വിഷയങ്ങളൊന്നും സാമാന്യ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് തന്നെയാണ്. ഈ ഒരു വാർത്ത കേട്ടാൽ, ഫാത്തിമ തഹ്ലിയയെ കുറിച്ചൊരു വാചകം കേട്ടാൽ ഉടനെ മനുഷ്യന്റെ, അവിടുത്തെ വോട്ടർമാരുടെ വോട്ട് മാറും, അവരുടെ ചിന്ത മാറും, അവരുടെ ചിന്താഗതി മാറും, നിലപാട് മാറുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, തിരിച്ചും വിശ്വസിക്കുന്നില്ല. അതുപോലെ പേരാമ്പ്ര ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി എല്ലാ അടവുകളും പ്രയോഗിക്കും എന്നുള്ളതും വസ്തുതയാണ്. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും, അതായിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ അകത്ത് വർഗീയ പരാമർശങ്ങൾ ഒരിക്കലും പാടില്ല. കേരള രാഷ്ട്രീയം അത്രയ്ക്കും നല്ല രാഷ്ട്രീയമാണ്, അത് വടക്കേ ഇന്ത്യക്കാരൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെയാണ് പ്രവർത്തകരാണെങ്കിലും നേതൃത്വമാണെങ്കിലും പ്രചാരകരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് സ്മൃതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ രാജു പി നായർ, ഇപ്പോൾ 100-ലധികം സീറ്റ് എന്നുള്ള അവകാശവാദം ഈ ഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും അത്തരം പ്രതികരണങ്ങൾ പൊതുവെ നേതാക്കളിൽ നിന്ന് വരുന്നില്ല. ഞാൻ അതിലേക്കൊക്കെ എത്താം. അതിനു മുമ്പ് ഈ ചർച്ചയിൽ സത്യം പറഞ്ഞ വലിയ നിരാശയോടുകൂടിയാണ് ഇരിക്കുന്നത്. ജേക്കബ് ജോർജ് സാറ് കുറേയധികം CPM-ന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിച്ചു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ നടത്തിയ പ്രതികരണം സത്യത്തിൽ വല്ലാതെ ഞെട്ടിക്കുകയാണ്. ഒരു പേരിൻ്റെ പേരിൽ ആരാണ് മതം എന്ന് തിരിഞ്ഞ് നോക്കാൻ സജി ചെറിയാൻ പറയുന്ന നിലവാരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേരറിയാലോ, രാജു പി നായർ എന്നാണ്. ഞാൻ ആഗ്രഹിച്ചോ അല്ലാതെയോ എൻ്റെ മാതാപിതാക്കൾ ഇട്ട പേരാണ് ഇന്ന് നിലനിൽക്കുന്നത്. എൻ്റെ പേര് കൊണ്ട് എൻ്റെ മതവും ജാതിയും എല്ലാം തിരിച്ചറിയാം. പക്ഷേ എൻ്റെ നാട്ടിലുൾപ്പെടെ കേരളത്തിൽ മുഴുവൻ എൻ്റെ നിലപാട് സംഘപരിവാർ വിരുദ്ധ നിലപാട് കൊണ്ട് ഞാൻ അറിയപ്പെടുന്നത് ഹിന്ദു വിരുദ്ധൻ എന്നാണ്. ഹിന്ദു വിരുദ്ധൻ എന്നുള്ള പ്രചരണം എനിക്കെതിരെ എൻ്റെ നാട്ടിൽ ഉൾപ്പെടെ RSS നടത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പേര് കൊണ്ട് അങ്ങേക്ക് എൻ്റെ നിലപാട് തിരിച്ചറിയാൻ കഴിയുമോ? എൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയുമോ? അങ്ങനെ പേരുകൊണ്ട് ഒരാളുടെ രാഷ്ട്രീയത്തെ, ആ പേരിൻ്റെ രാഷ്ട്രീയത്തെയൊക്കെ മറികടന്ന നിലപാടിൻ്റെ രാഷ്ട്രീയമുള്ളവരാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള നേതാക്കന്മാർ, ജനങ്ങൾ. അതുകൊണ്ട് അങ്ങ് നടത്തിയ പ്രസ്താവന സത്യം പറഞ്ഞാൽ അങ്ങ് പിൻവലിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് ഇത്തിരി കടന്ന കൈയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു പോട്ടെ എന്ന് നോക്കുന്നു. അത് മാത്രമല്ല, നോക്കൂ, ഇത് CPM എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്ന ഒരു നിലപാടാണിത്. 1977 പറഞ്ഞോളൂ ശ്രീ ജേക്കബ്. ഞാൻ പറഞ്ഞോട്ടെ, 1977 മാർച്ച് 4-ാം തീയതി അദ്ദേഹം ഒരു വിസ്തീർണം അങ്ങ് പറഞ്ഞതിനെന്തോ വിസ്തീരിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു പോയിക്കോളൂ പെട്ടെന്ന്. ശ്രീ ജേക്കബ് ജോർജ്, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ഒരു സാമാന്യ കാര്യമാണ് സ്മൃതി. ഞാൻ പറഞ്ഞത് ഒരു പേര് കൊണ്ട്, എൻ്റെ പേര് കൊണ്ട് ഞാൻ ആരാണെന്നറിയാം, എൻ്റെ ഉപസമുദായം വരെ അറിയാൻ പറ്റിയ ആൾക്കാർക്ക്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ആണ് ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവർ ക്രിസ്ത്യാനിയായിട്ടും ക്രിസ്ത്യാനി അല്ലാതെ സെക്കുലർ സ്വഭാവവുമായിട്ട് സെക്കുലർ നേതൃത്വം കൊടുത്തത് കേരള സമൂഹത്തിന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സ്വഭാവമാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ കൊടുത്തതാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പേര് കൊണ്ട് അറിയാമെങ്കിലും അങ്ങ് പറഞ്ഞത് ആ കേരളം മാറി എന്നുള്ള പഴയ കേരളത്തെ ശരി AK ആന്റണിയുടെ കാര്യം ഉൾപ്പെടെ അങ്ങ് പറഞ്ഞത് പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു. പഴയ കാലമല്ല, പുതിയ കേരളത്തിലും അത് മാറിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് നിൽക്കട്ടെ, ഇനിയിപ്പോ എന്തായാലും നോക്കൂ, CPM 1977 മാർച്ച് 4 ശരി, അങ്ങ് അത് പറഞ്ഞത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. 1977 മാർച്ച് 4 ദേശാഭിമാനി പത്രത്തിൽ ലേഖനമാണ്. CPM ജനസംഘവുമായി കൂട്ടിയേർന്ന് മത്സരിക്കുന്ന കാലത്ത് എന്താ അവർ പറഞ്ഞതെന്നറിയോ? ഈ ജനസംഘം ഒരിക്കലും ഹിന്ദു രാഷ്ട്രം വേണമെന്ന് വാദിച്ചിട്ടില്ല, ന്യൂനപക്ഷ അവകാശത്തിനെതിരെ വാദിച്ചിട്ടില്ല. കോൺഗ്രസ് ആണ് അവർക്കെതിരെ ഇതൊക്കെ കെട്ടിവെച്ചത്.
CPM ഉപയോഗിച്ചതാണ്. ഓരോ കാലഘട്ടത്തിലും CPM ഇത്തരത്തിലുള്ള രീതികൾ അവലംബിക്കാറ്. അത് തന്നെയാണ് ഫാത്തിമ തഹ്ലിക്ക് ഉൾപ്പെടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്രീ ജയചന്ദ്രൻ സാർ ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്തതാണല്ലോ. അങ്ങയ്ക്ക് കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഭരണത്തിൽ എവിടെയാണ് ഇടതു രാഷ്ട്രീയത്തെ ദർശിക്കാൻ കഴിഞ്ഞത്? അലനും താഹയും അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അങ്ങയ്ക്ക് ഇടതുപക്ഷത്തെ കാണാൻ അതിനകത്ത് സാധിച്ചോ? അതുപോലെ തന്നെ അദാനി ഈ കേരളത്തിന്റെ പാർട്ട്ണറാണെന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി കേരളത്തിന്റെ ഒരു നിർണായക പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ അങ്ങയ്ക്ക് ഇത് ഇടതുപക്ഷമാണെന്ന് അങ്ങയ്ക്ക് തോന്നിയോ? സിൽവർ ലൈൻ അനുമതി പോലും ലഭിക്കാതെ രാത്രികാലത്ത് വീടുകൾക്കകത്ത് ചവിട്ടിക്കേറി മഞ്ഞക്കുറ്റി അടിച്ചിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഇടതുപക്ഷമാണെന്ന് വിചാരിച്ചോ? സിൽവർ ലൈൻ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഇടതുപക്ഷമായിട്ട് തോന്നിയോ? അതുപോലെ തന്നെ PWD റോഡ് പോലും പിറവത്താണ്. PWD റോഡ് പോലും കൺസൾട്ടൻസികളെ ഏൽപ്പിച്ച പിണറായി വിജയന്റെ ഭരണത്തിൽ, കൺസൾട്ടൻസികളുടെ ഭരണത്തിൽ അങ്ങക്ക് എവിടെയാണ് ഇടതുപക്ഷത്തെ ദർശിക്കാൻ കഴിഞ്ഞത്? അതുപോലെ തന്നെ PM ശ്രീയും ലേബർ കോഡും മുന്നണിക്കകത്ത് പോലും ചർച്ച ചെയ്യാതെ, പാർട്ടിക്കകത്ത് പോലും ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയ്ക്കകത്ത് പോലും ചർച്ച ചെയ്യാതെ, സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോലും അറിയാതെ പോയിട്ട് നരേന്ദ്രമോദിയുടെ മുന്നിൽ രഹസ്യമായിട്ട് ഒപ്പിട്ടപ്പോ അങ്ങേക്ക് ഇടതുപക്ഷത്തെ ദർശിക്കാൻ അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ടോ? പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഈ സംസ്ഥാനത്ത് AKGയുടെ അല്ലെങ്കിൽ CPMന്റെ ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കേണ്ടി വരികയും വരിയിൽ നിൽക്കേണ്ടി വരികയും പാർട്ടിക്കെല്ലാം അധീനനായ മുഖ്യമന്ത്രി ആ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അങ്ങേക്ക് ഇടതുമുന്നണിയുടെ കമ്മ്യൂണിസത്തിന്റെയോ സംഘടനാ സംവിധാനം അങ്ങേക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ADGP അജിത് കുമാർ ഈ കേരളത്തിലെ രാജ്യത്തെ തീവ്രവാദ പ്രസ്ഥാനമായ RSSന്റെ 2 ഏറ്റവും തീവ്രവാദികളായ നേതാക്കന്മാരെ ചെന്ന് കണ്ടപ്പോൾ സംസ്ഥാനത്തെ ചട്ടം, ഉദ്യോഗസ്ഥരുടെ ചട്ടം പോലും ലംഘിച്ചപ്പോ അവർക്ക് സംരക്ഷണം തീർത്തപ്പോ അങ്ങേക്ക് ഇടതുപക്ഷത്തെ ദർശിക്കാൻ കഴിഞ്ഞോ? സജി ചെറിയാൻ ഉൾപ്പെടെ, AK ബാലൻ ഉൾപ്പെടെ, പിണറായി വിജയൻ ഉൾപ്പെടെ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഈ സംസ്ഥാനത്ത് മതവർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം വലിയ പ്രചരണം നടത്തിയപ്പോ അങ്ങേക്ക് അതിനകത്ത് ഇടതുപക്ഷത്തെ ദർശിക്കാൻ കഴിയോ? ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയ ഉള്ള ഒരാളാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരിക്കലും എൻ്റെ ഇടതുപക്ഷ ബോധം വെച്ചുകൊണ്ട് 10 വർഷത്തെ കേരളത്തിൽ പിണറായിയെ ഇടതുപക്ഷത്തെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മറിച്ച് നരേന്ദ്രമോദിയെ പോലും വെല്ലുന്ന വലതുപക്ഷ രാഷ്ട്രീയം, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമാണ് എനിക്ക് പിണറായി വിജയന്റെ സർക്കാരിലും ഈ പാർട്ടിയിലും കാണാൻ കഴിഞ്ഞത്. അങ്ങ് ഇടതുപക്ഷ ചിന്തകൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ 10 വർഷം ഈ സംസ്ഥാന ഗവൺമെന്റും ഈ പാർട്ടിയും എടുത്ത ഒരൊറ്റ ഇടതുപക്ഷ നയത്തിൽ അങ്ങയ്ക്ക് കാണാൻ കഴിഞ്ഞ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ശരി, നമുക്ക് സമയം കഴിഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ രാജു പി നായർ, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ NV ബാലകൃഷ്ണൻ, ശ്രീ ജേക്കബ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.